നമസ്കാരം. ദൈവത്തിനെ കണ്ടാൽ എന്താ കുഴപ്പം? പിണറായി പുത്രൻ സൂപ്പർ മുഖ്യമന്ത്രിയോ? ദൈവത്തിനെ കാണുന്നത് തെറ്റാണോ? പിന്നെന്തിനാ എല്ലാവരും വിവേകിന്റെ ഫോട്ടോ എടുക്കാൻ ഓടുന്നത്? എന്നിട്ട് ഫോട്ടോ എടുത്ത ആളിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. ആരായി വിവേക്? വിവേക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരേ ഒരു മകൻ വിവേക് കിരൺ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായിട്ടുള്ള വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, ആ ക്ഷേത്ര ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ജനൻ ടി വിയുടെ പ്രാദേശിക ലേഖകനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതിയുടെ കർശന വിലക്ക് നിലനിൽക്കെ ഇത് ലംഘിച്ച ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് പോലീസിൽ പരാതി നൽകാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് എന്നതാണ്. ഹൈക്കോടതി ഉത്തരവ് പരസ്യമായി ലംഘിച്ച നടപടിയെ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആയിരുന്നു വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂരിൽ ദർശനം നടത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ദർശന സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ VIP ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമ പ്രവർത്തകരെ ദേവസ്വം ബോർഡ് മുൻകൂടി അറിയിക്കാറുണ്ട് എങ്കിലും വിവേക് കിരണിന്റെ സന്ദർശനം തികച്ചും സ്വകാര്യമായിരുന്നു. അതിനാൽ തന്നെ ഔദ്യോഗികമായിട്ട് ആരെയും വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ജനൻ ടി വി റിപ്പോർട്ടർ ദൃശ്യങ്ങൾ പകർത്തി. ഹൈക്കോടതി വിധി പ്രകാരം ക്ഷേത്രത്തിന്റെ സുരക്ഷാ മേഖലകളിൽ വീഡിയോ ചിത്രീകരണം നിരോധിച്ചതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ ഇയാളെ തടഞ്ഞു. പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകനും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുണ്ടായി. ക്ഷേത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. കോടതി ഉത്തരവ് നിലനിൽക്കെ ദൃശ്യങ്ങൾ പകർത്തിയത് സുരക്ഷാ വീഴ്ചയാണ് എന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യം ഉയരുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകന്റെ സ്വകാര്യ സന്ദർശനം രാഷ്ട്രീയ വിവാദമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് ഒരു വിഭാഗം ആരോപിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുവാൻ സമ്മർദ്ദം ചെലുത്തിയത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ജനൻ ടി വി അധികൃതർ പ്രതികരിക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്ര പരിസരത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്ര ആചാരങ്ങളെയും സുരക്ഷയെയും ബാധിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാകും സ്വീകരിക്കുകയെന്ന് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അതീവ രഹസ്യമായിട്ട് നടത്തിയ സന്ദർശനത്തിന്റെ വിവേക് കിരൺ നടത്തിയ നേർച്ചകളുടെ വിവരങ്ങൾ പോലും ചോർത്താൻ ശ്രമം നടന്നതായിട്ടാണ് സൂചന. തിങ്കളാഴ്ച വൈകിട്ടോടു കൂടിയായിരുന്നു വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂരിൽ കണ്ണനെ ദർശിക്കാൻ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. തികച്ചും സ്വകാര്യമായിട്ടുള്ള ഈ സന്ദർശനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ തുടർ ഭരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ ഭാഗമാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുണ്ട്. വിവേക് കിരൺ സമർപ്പിച്ച നേർച്ചകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ദൈവത്തിനെ കണ്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ദൈവത്തിനെ കാണുന്നത് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആർക്കും കാണാം, എപ്പോഴും കാണാം. പക്ഷേ ദൈവത്തിനെ കാണരുത് എന്നും ദൈവമില്ല എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചവർ ദൈവത്തിനെ കാണാൻ എത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക്, പ്രത്യേകിച്ച് ഈ മാർക്സിയൻ ആശയങ്ങളൊക്കെ കൂടുതലായി കൈമുതലായിട്ടുള്ളവർ, അല്ലെങ്കിൽ അത് കൈവശം വെക്കുന്നവർ, ആ ആദർശങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, തൊഴിലാളി വർഗത്തിന്റെ കണ്ണു തുറപ്പിച്ച് അവർക്ക് ജീവിതമാർഗം പറഞ്ഞു കൊടുക്കുന്നവർ, അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, ദൈവത്തെ കാണാറില്ല, ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചേ അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ളവർ കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ, അങ്ങനെയുള്ളവർക്ക് എന്ത് ദൈവം? പക്ഷെ അങ്ങനെയുള്ളവർ പടിവാതിലൊക്കെ കടന്ന് അങ്ങ് കണ്ണനെ കാണാൻ ചെന്നാൽ ചോദ്യം ഉയരില്ലേ? അപ്പോൾ ചോദിക്കില്ലേ ദൈവത്തിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്ന്? അപ്പോൾ പിണറായി പുത്രൻ വരുമ്പോൾ, ഈ പറയുന്ന ദൈവത്തിന് മുന്നിലേക്ക് എത്തപ്പെടുമ്പോൾ, അവിടുത്തെ ദേവസ്വം ബോർഡ് അടക്കം ഇവർക്ക് മുമ്പിൽ വിനീത വിധേയരായി നിൽക്കുന്നത് പിണറായി പുത്രൻ സൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിണറായി പുത്രന് പ്രത്യേക പ്രിവിലേജ് നൽകുന്നതുകൊണ്ടാണോ? എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. പക്ഷേ എടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ കാണിച്ച ഇവരുടെ ഒരു വല്ലാത്ത ബോധമുണ്ടല്ലോ, ആ ബോധ്യത്തെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പിന്നെ അവിടെയുള്ള ഒരേ ഒരു കുഴപ്പം, ഇതിനകത്ത് ഹൈക്കോടതിയുടെ
വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ആ അമ്പലത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ ചിത്രീകരണം പാടില്ല. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ ദൈവത്തിനെ കാണാൻ വരുന്നവർ ദൈവത്തിനെ കാണട്ടെ, ദൈവമില്ല എന്ന് പറയുന്നവരും ദൈവത്തിനെ കാണട്ടെ. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതല്ലേ, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആലസ്യമൊക്കെ ഉണ്ടാകും. മാത്രമല്ല, പരാജയപ്പെട്ട് വീണ്ടും മൂന്നാം അധികാരത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു ആശങ്ക അപ്പനും ഉണ്ടായിരിക്കും. എന്തായാലും അപ്പന് വേണ്ടിയാണെങ്കിലും ദൈവത്തിനെ കാണാൻ വന്ന പിണറായി പുത്രന് ലാൽ സലാം.